നല്ല ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയൊന്നുമില്ല. എങ്കിൽ പോലും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വേണ്ടി പറ്റിയല്ലോ, ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു. ഹലോ ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ് എന്നാണ്, ഹലോ പറഞ്ഞു. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ആദ്യമേ ആറന്മുള അമ്പലത്തിൽ കയറി തൊഴുതിട്ട് വേണം പോകാൻ. ഇന്ന് ആറന്മുള വള്ളസദ്യ തുടങ്ങുന്ന ദിവസമാണ്. അപ്പോൾ അമ്പലത്തിൽ കയറി തൊഴുതിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അങ്ങോട്ട് പോകുമ്പോൾ വളരെ ഫാസ്റ്റ്, ഇങ്ങോട്ട് വരുമ്പോൾ ചെറിയ. ഞാൻ അങ്ങോട്ട് വീട്ടിലോട്ട് പോകുമ്പോൾ ഒരു വല്ലാത്ത സ്പീഡാണ് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി. ആഴ്ചകളോളം ഇരിക്കും, അല്ലെങ്കിൽ കുറേ ദിവസത്തോടെ ഇരിക്കും, തുണി മടക്കാനും ഒക്കെ ആയിട്ട്. പോകുന്നതിൻ്റെ തലേദിവസം എല്ലാം മടക്കി എല്ലാം റെഡിയാക്കി വെക്കും, തൂത്തുവാരി തുടയ്ക്കുന്നതൊക്കെ അതുപോലെയൊക്കെ തന്നെ. പക്ഷെ എന്നാലും പോകുന്നതിൻ്റെ തലേദിവസം ഒരു പ്രത്യേക സ്പീഡാണ് എല്ലാത്തിനും. പക്ഷേ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആ ഒരു സ്പീഡും കാര്യങ്ങളും ഒന്നും ഇല്ല. എന്താണെന്നറിയത്തില്ല, കൈകൾക്കൊക്കെ ഒരു ബലമില്ലായ്മയൊക്കെ തോന്നാറൊക്കെ ഉണ്ട്. ഞാൻ പിന്നെ രാവിലെ ബാഗൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചു. 2 ദിവസം മതി എന്നാണ് പ്രതീക്ഷേട്ടൻ പറഞ്ഞേക്കുന്നത്. പക്ഷേ അവിടെ ചെന്ന് നിൽക്കുമ്പോൾ മനസ്സ് മാറും, ചിലപ്പോൾ അത് ഒരാഴ്ചയാവാൻ ചാൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും വീട്ടിൽ പോവാം. നേരെ ആറന്മുള അമ്പലത്തിൽ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ട് വേണം. കുറേ ദിവസങ്ങളായി പോയിട്ട് വണ്ടി സർവീസിനൊക്കെ കൊടുത്തേക്കുമായിരുന്നു. അതുകൊണ്ട് ഇപ്പോഴാണ് ഞങ്ങൾ വണ്ടി ഒന്ന് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. പിന്നെ ഞങ്ങൾ ആറാട്ടുപുഴ കരക്കാരാണ്. ഞങ്ങളുടെ വള്ളം പണിക്ക് കയറ്റിയേക്കുവാണ്. വള്ളം പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞങ്ങളുടെ കരയുടെ വള്ളം എടുത്തിട്ടുണ്ടോ നോക്കട്ടെ, പോയി കാണിക്കാവേ. ഇതാണ് വള്ളം പണിയുന്ന സ്ഥലം. ആറാട്ടുപുഴ അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ടാണ്, കരയുടെ അവിടെ ഒരു ചെറിയ ഷെഡ് കെട്ടിയിട്ടാണ് അവിടെ വള്ളം പണിയുന്നത്. അപ്പോൾ വള്ളം പണിതേക്കുന്നത് കൊണ്ട് ഇറക്കിയിട്ടില്ല, ബാക്കി എല്ലാ കരക്കാരുടെയൊക്കെ വള്ളം ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ ഇന്ന് സദ്യ ഉണ്ട് ആറാട്ടുപുഴ. അതുകൊണ്ട് ഞങ്ങളുടെ കരയുടെ ഭാഗമായിട്ട് വള്ളസദ്യ ഉണ്ടോ എന്ന് അറിയത്തില്ല. ചെല്ലുമ്പം കാര്യങ്ങളൊക്കെ കണ്ടു. അമ്പലത്തിൻ്റെ പരിസരത്ത് വന്നിട്ട് ഒന്ന് വട്ടം കറങ്ങിയതിന് ശേഷമാണ് ഞങ്ങൾക്കൊന്ന് വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടി പറ്റിയത് കേട്ടോ. മന്ത്രി വരുന്നത് കൊണ്ട് തന്നെ അങ്ങോട്ട് അമ്പലത്തിൻ്റെ അടുത്ത് വണ്ടി പാർക്ക് ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല. കുറേ സ്ഥലം അവരെ റിസർവ് ചെയ്തിട്ടേക്കുമായിരുന്നു, മന്ത്രിമാരുടെ വണ്ടിയും പോലീസുകാരുടെ വണ്ടിയൊക്കെ ഇടാൻ വേണ്ടി. ഞങ്ങൾ അമ്പലത്തിൽ വന്നത് 10 മണിയായിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ തിരക്കൊക്കെ ഉണ്ടായിരുന്നു, ചെറിയ ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി. തൊഴുതിറങ്ങിയപ്പോൾ തന്നെ നല്ല രീതിയിൽ തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ വാർത്താ ചാനലുകാരും ഉണ്ടായിരുന്നു, ക്യാമറയും ഒക്കെ ആയിട്ട് എല്ലാം റെഡി ആയിട്ടിരിക്കുമായിരുന്നു. 11 മണിക്കാണ് ഉദ്ഘാടനം പറഞ്ഞേക്കുന്നത്. ഇന്ന് 7 വള്ളത്തിൻ്റെ സദ്യയാണ്. അതുകൊണ്ട് തന്നെ ആ വള്ളത്തിനെ സ്വീകരിക്കാൻ വേണ്ടി വള്ളക്കാരെയും സ്വീകരിക്കാൻ വേണ്ടിയുള്ള പറയും അതുപോലെ താലപ്പൊലിയൊക്കെയാണ് അവിടെ വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ ഈ ഒരു കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു കാഴ്ചയാണ്. അതായത് ഭഗവാന് അതായത് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നതിന് മുന്നോടിയായിട്ട് ഇലയിൽ വിഭവങ്ങളെല്ലാം വിളമ്പുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഇന്നേ ദിവസം ഉള്ള വള്ളത്തിൻ്റെ ലിസ്റ്റ്, ഏത് കരക്കാരാണ്, പിന്നെ ആരാണ് വഴിപാട് ചെയ്തേക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിൽ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ ആൾക്കാർ സദ്യ കഴിക്കുന്നതിന് മുന്നോടിയായിട്ട് അവിടെ ക്യൂ നിൽക്കാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. ഈ സമയത്താണ് ആരോഗ്യമന്ത്രി വന്നത്. അപ്പോൾ ഇവരെ എല്ലാം വഞ്ചിപ്പാട്ട് പാടി സ്വീകരിച്ചുകൊണ്ടാണ് വരുന്നത് കേട്ടോ. ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാർ സാറാണ് വള്ളസദ്യ ഉദ്ഘാടനത്തിനായിട്ട് എത്തിയത്. എല്ലാ തവണയും വള്ളസദ്യ തുടങ്ങുന്ന സമയത്ത് അമ്പലത്തിൽ പോകണോ എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ പല കാരണങ്ങളിൽ അത് സാധിച്ചിരുന്നില്ല. ഇത്തവണ പോകാൻ വേണ്ടി പറ്റിയത് കൊണ്ട് ഞങ്ങൾക്ക് തമ്പുരാനെ എന്ന് നേരിട്ട് കാണാൻ വേണ്ടി സാധിച്ചു കേട്ടോ. ഇവർ സ്വീകരിച്ച് കൊണ്ടുവന്ന സമയത്ത് തന്നെയാണ് വള്ളക്കാരെ സ്വീകരിച്ചു കൊണ്ട് വന്നത്. അപ്പോൾ രണ്ടും ഒരേ സമയത്തായതുകൊണ്ട് ഇതൊക്കെ കാണാനൊരു പ്രത്യേക ഒരു വൈബ് തന്നെയായിരുന്നു. തമ്പുരാനെ ഒരു മിന്നായം പോലെ കണ്ടതുകൊണ്ട് എനിക്കൊന്ന് നല്ലപോലെ ഒന്ന് കാണണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെ ചെന്നപ്പോഴാണ് അദ്ദേഹം തൊഴാൻ വേണ്ടിയായിട്ട് വന്നത്. അകത്ത് പൂജ നടക്കുന്നതുകൊണ്ട് അദ്ദേഹം ഉടനെ അകത്ത് കയറി തൊഴുതില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും അടുത്ത് നേരിട്ട് കാണാൻ വേണ്ടി സാധിച്ചു. ഇൻ്റർവ്യൂവിലും ഫോട്ടോയിലും വീഡിയോയിലൊക്കെ ഇദ്ദേഹത്തെ കണ്ടിട്ടുള്ളൂ. നേരിട്ടിങ്ങനെ ഒന്ന് കാണാൻ വേണ്ടി സാധിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. എന്തായാലും അദ്ദേഹം അത്രയും നേരം അവിടെ നിന്ന സമയത്ത് ഞങ്ങൾ ചോദിച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തു. കുഞ്ഞു വഴക്കായതുകൊണ്ട് ഫോട്ടോ അത്ര ക്ലിയർ ആയിട്ടും നല്ല സമാധാനത്തോടെ ഒന്നും എടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല. കാരണം കുറച്ച് പേരൊക്കെ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി ധൃതി കൂട്ടുന്നുണ്ടായിരുന്നു. കുഞ്ഞിനെ അവിടെ നിർത്തി ഫോട്ടോ എടുത്തോടെ ചോദിച്ചപ്പോൾ അദ്ദേഹം കുഞ്ഞിനെ പിടിക്കുകയും കള്ളൊക്കെ തൊടുകയൊക്കെ ചെയ്തു. ഒരുപാട് സന്തോഷം. ഇതാണ് നമ്മുടെ വള്ളസദ്യ. 2 തവണ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും വിഭവങ്ങൾ ഈ ഇലയിലുണ്ടെന്ന് നേരിട്ട് കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. ഇങ്ങനൊരു ഭാഗ്യം കിട്ടിയത് തന്നെ വളരെയധികം സന്തോഷമാണ്. അപ്പോൾ ഈ നമ്മുടെ ആറന്മുളയിലും വള്ളസദ്യയെ കഴിച്ചിട്ടൊന്നും ഇല്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണം. ഞങ്ങളുടെ നാട്ടിലേക്ക് എത്തണം. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി ആഹാരമൊക്കെ കഴിച്ചു. ഇപ്പം ഞങ്ങളുടെ വീട് എത്താറായി. അല്ലേ കുഞ്ഞ്?
പിന്നെ ഞങ്ങൾക്ക് നല്ലൊരു ഭാഗ്യമാണ് കിട്ടിയത്. തമ്പുരാനെ കാണാൻ വേണ്ടി വീഡിയോയിലൊക്കെ കണ്ടതേ ഉള്ളൂ. നേരിട്ട് കണ്ടപ്പോഴത്തേന് ഭയങ്കര സന്തോഷം. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. ഇടയ്ക്ക് എൻ്റെ ഫോണിൽ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് വീഡിയോ ഇടയ്ക്ക് വെച്ച് കട്ടായി പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വീട്ടിൽ വന്നു. കുഞ്ഞിപ്പോൾ ഉറക്കമാണ്. ഞങ്ങളെ കൊണ്ടുവിട്ട് ഏട്ടൻ തിരിച്ചങ്ങ് പോയി. അപ്പം ഇത്തവണ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. സന്തോഷം തോന്നിയൊരു നിമിഷമാണ്. തമ്പുരാനെ കാണാൻ പറ്റുമെന്ന് ഒട്ടും പ്രതീക്ഷിച്ചുള്ളൊരു കാര്യമല്ല. ഗണേഷ് കുമാർ സാർ കയറി വരുന്ന സമയത്തായാലും ഏട്ടൻ പറഞ്ഞിട്ട് വേറൊരാളുണ്ട്, നമ്മൾ വിചാരിക്കാത്ത ഒരാളും കൂടി ഉണ്ട്, നീ നോക്കുന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് കാണാൻ പറ്റും, നല്ല തിരക്കായിരുന്നു. ഓടിച്ചെന്ന് നോക്കിയപ്പോഴത്തേനും തമ്പുരാനെ ഒരു മിന്നായം പോലെ കണ്ടു. പിന്നെ തമ്പുരാൻ തൊഴാൻ വേണ്ടി കയറിയപ്പോഴായാലും അങ്ങനെ കാണുകയും ഫോട്ടോ എടുക്കാനും ഒക്കെ പറ്റി. പിന്നെ കുഞ്ഞു വഴക്കായതുകൊണ്ട് ഫോട്ടോയൊന്നും അത്ര നല്ല ക്ലിയർ ആയിട്ടൊന്നും കിട്ടിയൊന്നുമില്ല. എങ്കിൽ പോലും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ വേണ്ടി പറ്റിയല്ലോ, ഭയങ്കര ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ ആറന്മുളയുടെ ഓണാഘോഷങ്ങളൊക്കെ ഇപ്പം സ്റ്റാർട്ടായിട്ടുണ്ട്. കുറച്ച് നാളത്തേക്ക് ഇതുപോലെ വള്ളസദ്യ ഉണ്ടായിരിക്കും. ഞങ്ങളുടെ കരയുടെ വള്ളം ഇറങ്ങിയിട്ടില്ല. അപ്പോൾ ഇനി എന്ന് തൊട്ടാണ് ഞങ്ങളുടെ ആറാട്ടുപുഴ കരയുടെ വള്ളസദ്യ ഉള്ളതെന്നൊന്നും അറിയത്തൊന്നുമില്ല. ഇത്തവണ ഞങ്ങൾക്ക് വള്ളസദ്യ കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുമോ ഇല്ലയോ എന്നൊന്നും അറിയത്തൊന്നുമില്ല. അങ്ങനെ ഭാഗ്യമുണ്ടെങ്കിൽ എൻ്റെ 3ാമത്തെ തവണയാണ് ഞാൻ വള്ളസദ്യ കഴിക്കുന്നത്, കുഞ്ഞിൻ്റെ 2ാമത്തെ. അപ്പം നമുക്ക് കാത്തിരുന്ന് കാണാം നമുക്ക് അതിനുള്ള ഭാഗ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഞങ്ങളുടെ ഈ ആറന്മുള, ഞങ്ങളുടെ ഈ നാട്ടിലേക്ക് ഇതുവരെ എത്താത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അതുപോലെ അമ്പലത്തിൽ വരികയും വള്ളസദ്യ കഴിച്ചിട്ടുള്ളവരും ഇല്ലാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. നിങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് സ്വാഗതം. ഞാനിവിടെ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ഇവിടെ ഒരാൾ ഭയങ്കര അലപ്പ്. അപ്പം ഞങ്ങളുടെ ഇവിടുത്തെ വില്ലൻ്റെ ഒരു അടുത്തൊരു കൂട്ടുകാരിയും കൂടെ വന്നിട്ടുണ്ട്, കാണിക്കാമേ. ഈ ഇരിക്കുന്നതാണ് ഞങ്ങളുടെ വില്ലൻ. വില്ലൻ്റെ കൂട്ടുകാരി അവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ നേരത്തെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു പൂച്ചക്കുഞ്ഞ് കയറി വന്നതാ ഇവൻ അതിനെ കടിച്ച് ശരിയാക്കിയത്. അതിനെ ഞാൻ കുറച്ച് നേരം വെളിയിലോട്ടൊന്ന് ഇറക്കാൻ വേണ്ടി ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. അത് അവനെ പാത്ത് ദാണ്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഈ പ്രദേശം മൊത്തം ഇച്ചിരി കാടൊക്കെ ആയിട്ടിരിക്കും. അമ്മയ്ക്ക് വയ്യാഞ്ഞുകൊണ്ട് തൂത്തുവാരലും അങ്ങനെയൊക്കെ ആയിട്ട് കുറവായിരുന്നു. അതുകൊണ്ട് ഇച്ചിരി കാടൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. കാണിക്കാമേ, അത് കണ്ടോ, അവനെ പേടിച്ച് മാറിയിരിക്കുകയാണ്. കുറച്ച് നേരത്തേക്ക് ഞാൻ മുറ്റത്തോട്ടൊന്ന് ഇറക്കിയതാണ്. അവനപ്പോഴത്തേന് ഇങ്ങനെ നിൽക്കുവാണ്. എന്തേലും ചെയ്യുമോ ഇല്ലയോ എന്നറിയത്തില്ല. അതുകൊണ്ട് ഇവനെ കാണാതെ അതിനെ ഒന്ന് അകത്തോട്ടൊന്ന് കയറ്റണം. കുട്ടപ്പ, അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.